സർ, ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഈ ഒരു മാസത്തോളം വിവരശേഖരണമാണല്ലോ. ഈ വിവരശേഖരണം കഴിഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് SIR? സോ ഇന്ന് മുതൽ 4-ാം തീയതി ഡിസംബർ വരെ നമ്മൾ എനുമറേഷൻ ഫോം വിതരണം ചെയ്യുന്നു. ആൾക്കാർ അത് ഫിൽ ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വാങ്ങുന്നു. അത് കണ്ടിട്ട് എല്ലാ തിരിച്ച് തന്നിട്ടുള്ള ആൾക്കാരുടെ എനുമറേഷൻ ഫോം ആരെല്ലാം തിരിച്ചു തരണോ അവരുടെ ലിസ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് പബ്ലിക്കേഷന് 9-ാം തീയതി ഡിസംബർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ അത് വെരിഫിക്കേഷൻ ചെയ്യും. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഒരു മാസം ഉണ്ട്. അതായത് ആർക്കെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ, താങ്കൾക്ക് വേണമെങ്കിൽ ഒബ്ജെക്ഷൻ ഉണ്ടാവാം, ബൂത്ത് ലെവൽ ഏജന്റിന് ഒബ്ജെക്ഷൻ ഉണ്ടാവാം, അത് വേണമെങ്കിൽ ആ സമയത്ത് പറയാം. അതിനുശേഷം നമ്മൾ നോട്ടീസ് കൊടുക്കുന്ന കാര്യം, അത് ഹിയർ ചെയ്യുന്ന കാര്യം, അതെല്ലാം നടക്കും. പിന്നെ 7-ാം തീയതി ഫെബ്രുവരി അവസാനത്ത് ആ ഒരു പട്ടിക നമ്മൾ പ്രസിദ്ധീകരിക്കും. അതിനെതിരെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പീലിലോട്ട് വരാം, ജില്ലാ കളക്ടറിനടുത്ത് അപ്പീലിലോട്ട് വരാം. അത് കണ്ടിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറിലോട്ട് അപ്പീലിലോട്ട് വരാം. അതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രക്രിയ. പക്ഷെ എനിക്ക് എല്ലാ നമ്മുടെ പ്രവാസിയോട് എനിക്ക് മീഡിയ വൺ ചാനൽ മുഖാന്തരം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങിൽ കൂടി ഞാൻ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രവാസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസം ഈ വോട്ട് ഇതിലെ ലിസ്റ്റിലെ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് അവരെ സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഓൾറെഡി ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മീഡിയ വൺ ചാനൽ മുഖാന്തരം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രവാസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇടപെട്ടിട്ട് താങ്കളെ സഹായിക്കും.